നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സ് 2024ലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കുറി BJP തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രവചനങ്ങൾ വരുന്നത് വ്യക്തമായ മാൻഡേറ്റ് അവർക്ക് ലഭിക്കും എന്നാണ്. BJPയെ നേരിടുവാൻ മറുപക്ഷം എല്ലാം ചേർന്ന് ഇന്ത്യ മുന്നണി എന്നൊരു കൂട്ടായ്മയും ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷേ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങൾക്ക് കുറേയേറെ ധർമ്മസങ്കടങ്ങളുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ, അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ PH സനൽകുമാർ. ഇരുവർക്കും സ്വാഗതം. വോട്ടേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഇന്ത്യ മുന്നണിയിലെ അംഗങ്ങളായ CPMനെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ തോളിൽ കൈയിട്ട് നടക്കും, കേരളത്തിനകത്ത് പരസ്പരം പോരടിക്കുന്നു എന്നുള്ള ഒരാക്ഷേപം ഈ മുന്നണി രൂപീകരണ വേളയിൽ മുതൽ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. എങ്ങനെയാണ് കേരളത്തിൽ ഇത് മത്സരത്തെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ബാധിക്കുക? അല്ല, അത് ആ രീതിയിലുള്ള ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. കേരളത്തിൽ നമുക്കറിയാം LDFും UDFും തമ്മിലാണ് പ്രധാന മത്സരം. അതിൽ തന്നെ കോൺഗ്രസും CPMും തമ്മിലാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. മിക്കവാറും മണ്ഡലങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ CPM, CPI എന്നീ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ അവർ ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്, അതിലെ ഘടക കക്ഷികളാണ്. അതേ സമയത്ത് തന്നെ അതിലെ പ്രബല കക്ഷിയായ കോൺഗ്രസുമായിട്ട് അവരിവിടെ ഏറ്റുമുട്ടും. ഇതിനെ ഏത് രീതിയിൽ എങ്കിലും ഫലപ്രദമായിട്ട് വിശദീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുമില്ല. എന്തുകൊണ്ട് ഇത്ര വലിയൊരു വിപത്ത് രാജ്യം നേരിടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ BJP വലിയൊരു വിപത്താണ്, അവരുടെ ഭരണം തുടരുന്നത് ആശാസ്യമല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ മുഖേഷ് അദ്വാനിന് എതിരെ ഇങ്ങനെയുള്ള പ്രാദേശിക കക്ഷികൾക്ക് കോൺഗ്രസിന് യോജിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം പ്രസക്തമായിട്ട് വരും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇവർ യോജിച്ചാണ് നിൽക്കുന്നത്, കർണാടകത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും വേണമെങ്കിൽ യോജിച്ച് നിൽക്കാം എന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ രീതിയിലൊരു ഏറ്റുമുട്ടൽ ഈ മുന്നണി ഘടകകക്ഷികൾ തമ്മിൽ നടക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഘടകം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അത് ദേശീയാടിസ്ഥാനത്തിൽ ഒരു മുന്നണിയായിട്ടൊന്നും ശരിക്ക് പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ LDF, UDF എന്നൊക്കെ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ ചെറിയ കക്ഷികളും വലിയ കക്ഷികളുമുണ്ട്. കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസിലെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ ചെറിയ പാർട്ടികൾ, CP ജോണിൻ്റെ വിഭാഗം, CMP, അങ്ങനെയുള്ള പാർട്ടികളും ഈ UDFിലുണ്ട്, LDFിലുമുണ്ട്. അതുപോലുള്ള പാർട്ടികൾ, സ്കറിയ തോമസ് ഗ്രൂപ്പ്, കേരള കോൺഗ്രസ്, അല്ലെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളൊക്കെ LDFിലുണ്ട്. അപ്പോൾ ഇങ്ങനെ അത് പക്ഷേ സുസംഘടിതമായ ഒരു സംവിധാനമാണ്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഘടിതമായ ഒരു രീതിയിൽ എത്തിയിട്ടില്ല. അതിനൊരു പൊതു മിനിമം പരിപാടി പോലും ശരിയായ രീതിയിൽ അവർക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ BJPയോടുള്ള എതിർപ്പ് മാത്രം മുൻനിർത്തി ഒരു മുന്നണി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇത് ശരിക്കും ഒരു ഓർഗാനിക് ഗ്രോത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർ അതൊരു ഘടകം. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ സ്ഥാപക നേതാവായിരുന്ന നിതീഷ് കുമാർ തന്നെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ അദ്ദേഹം പിന്നെ BJPയുടെ കൂടാരത്തിലേക്ക് പോയി. പിന്നെ ഒരു പ്രബല ശക്തിയായിരുന്ന കുമാരി മമതാ ബാനർജിയാണ്. അവർ ഇന്ത്യ മുന്നണിയെ തള്ളിപ്പറഞ്ഞ് പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ മുന്നണി ശരിക്കും അത് ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. അല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇവർ കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇലക്ഷൻ നടപടികൾ അല്ലെങ്കിൽ അല്ല, കേന്ദ്രത്തിൽ ഭൂരിപക്ഷം കിട്ടുകയോ ഭൂരിപക്ഷത്തിൻ്റെ അടുത്ത സീറ്റുകൾ കിട്ടുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു എങ്കിലാണ്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം. 2004 ഉണ്ടാക്കിയ പോലെ കോൺഗ്രസ് നയിക്കുന്ന ഒരു മന്ത്രിസഭ ഉണ്ടാകുന്നു, അതിന് മറ്റ് പാർട്ടികൾ പുറത്തുനിന്നും അകത്തുനിന്നൊക്കെ പിന്തുണ കൊടുക്കുന്നു. അങ്ങനെ ഒരു കാര്യം ആ സമയത്ത് ആലോചിക്കാതെ ഇപ്പോൾ തൊട്ട് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിനെ കളിയാക്കിക്കൊണ്ട് BJP ഒരു പരസ്യം പോലെ ഇറക്കി, ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര്, അല്ലെങ്കിൽ ആര് പ്രധാനമന്ത്രിയാവും. അതൊരു വലിയ പ്രഹേളികയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ സഖാവ് A. വിജയരാഘവൻ പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടുവരും. കാരണം അദ്ദേഹം മത്സരിക്കുന്ന ഏക പോളിറ്റ് ബ്യൂറോ അംഗം. മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല സാധ്യതകളും നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, KK ശൈലജ ടീച്ചർ പറഞ്ഞു, അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, മറുവശത്ത് ആനി രാജ ദേശീയ നേതാവ്. അപ്പോൾ രണ്ട് ദേശീയ നേതാവുകളെ ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ കാരാട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ പാടില്ലായിരുന്നു. ശൈലജ ടീച്ചറും പറഞ്ഞത് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ ആനി രാജ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി, അവർക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ മാറാമായിരുന്നു എന്ന്. എന്താണ് ഇതിൻ്റെ? അല്ല, അതിനും 5 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലെ MP ആണല്ലോ. അങ്ങനെ ഒരു ഘടകമില്ലേ? അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ ഇന്ത്യ മുന്നണി വർക്കൗട്ടായിട്ടില്ല. അതിൽ പല ഘടകകക്ഷികളും ഈ ഒരു പൊതു ധാരയുമായിട്ട് പോലും യോജിച്ചേക്കുന്നില്ല. ഉദാഹരണത്തിന് ശിവസേന,
ഒരു കാലത്ത് സ്ഥിരമായിട്ട് വടക്കേ ഇന്ത്യയിൽ വർഗീയ ലഹളകൾ നടത്തിക്കൊണ്ടിരുന്ന മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ വർഗീയ ലഹളകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ശിവസേന. ഇവരുടെ കൂടെ ചേർന്നപ്പോൾ അതിൻ്റെ പേര് മതേതര ശിവസേന എന്നാക്കി മാറ്റി എന്നുള്ളതാണ്. അതിൻ്റെ അങ്ങനെയൊക്കെ ഒരു ഘടകകക്ഷി ചേർത്ത് മുന്നണി ഉണ്ടാക്കുന്നത് ആശാസ്യമല്ല. അതുപോലെ UIC-യുടെ പാർട്ടി, മുസ്ലിം മജ്ലിസ്, അതുപോലെയുള്ള പാർട്ടികൾ അതിപ്പോൾ ചേർത്തിട്ടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള പാർട്ടികളൊക്കെ ചേർത്ത് ഒരു ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഇന്ത്യ മുന്നണി ആയിട്ട് മത്സരിക്കുമ്പോൾ CPM-ഉം കോൺഗ്രസും ഒക്കെ അവർ യോജിച്ച് മത്സരിക്കാവുന്ന ഒരു സാധ്യത ഒരു പരിധിവരെ കൺസിഡർ ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം, ഇതൊരു നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് അവരെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് അവരിവിടെ കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയാൽ അവരുടെ ഐഡൻറ്റിറ്റിയാണ് പോകുന്നത്, അവരുടെ റിലവൻസ് തന്നെ ഇന്നാളുണ്ടാവും. നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷമായിട്ട് നിൽക്കുന്ന രണ്ട് കക്ഷികൾക്ക് ഒരു കാരണവശാലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഇത് നമ്മൾ വേറൊരു തരത്തിൽ കണ്ടാൽ ഈ ഒഡീഷ സംസ്ഥാനത്ത് അവിടെ ഭരിക്കുന്ന മറ്റേ നവീൻ പട്നായിക് BJP ആയിട്ട് NDA ഘടകകക്ഷിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അമിത്ഷായുമായിട്ട് പലവട്ടം ചർച്ചയും നടത്തി. പക്ഷേ ഈ അവസാന നിമിഷം അമിത്ഷാ പറഞ്ഞു ഈ ബിജു ജനതാദളിനെ NDA-യിൽ ചേർക്കണ്ട. അത് നവീൻ പട്നായിക്കിനെ വിളിച്ച് വളരെ സൗഹൃദപരമായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിന് അമിത്ഷാ പറഞ്ഞൊരു കാരണം, അവിടെ BJP-യും പിന്നെ ബിജു ജനതാദളും ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ അവർ മുഴുവൻ സീറ്റും 21 സീറ്റും ജയിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം വരുന്നത്, കോൺഗ്രസ് ശക്തിപ്പെടും. ഇപ്പോൾ കോൺഗ്രസ് അവിടെ 0-ആണ്. ഇവരൊരു മുന്നണിയായാൽ പ്രതിപക്ഷത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആയിരിക്കും. ഈ കേന്ദ്ര ഭരണവിരുദ്ധ വികാരവും സംസ്ഥാന ഭരണവിരുദ്ധ വികാരവും മുതലാക്കി അവിടെ കോൺഗ്രസിനൊരു പുനർജീവനം സാധ്യമാവും. അപ്പോൾ ഈ ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒഡീഷയിൽ അവിടുത്തെ ഭരണകക്ഷിയായിട്ടുള്ള ബിജു ജനതാദളിനെ NDA-ക്ക് ചേർക്കുന്നത് ഒഴിവാക്കി. ഇതേ സാഹചര്യമാണ് വേറൊരു തരത്തിൽ കേരളത്തിൽ ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഒക്കെ അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷത്തും BJP-യുടെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇവിടെ അതില്ല. ഇവിടെ കോൺഗ്രസും CPM-ഉം ഒരേ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യം മുതലാക്കി BJP അതീവ ശക്തിയോടെ തിരിച്ചു വരും. കാരണം എപ്പോഴും ജനാധിപത്യത്തിൽ ഒരു ഭരണപക്ഷം എന്ന പോലെ പ്രതിപക്ഷം ഉണ്ടാവും, അത് സ്വാഭാവികമാണെന്ന് മാത്രമല്ല, അതിൽ വേറൊരു സംഗതി കൂടെ ഉണ്ട്. ഒരു സമവാക്യം, കോൺഗ്രസിൻ്റെ വിപരീതവാദമാണ് കമ്മ്യൂണിസ്റ്റ്. അതെ അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ചേർന്ന കോൺഗ്രസിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും, കോൺഗ്രസ്സുകാരുടെ കൂടെ ചേർന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടും. അതിന് നല്ല ഉദാഹരണങ്ങളാണ്. ഒന്ന് ആൻ്റണി ഗ്രൂപ്പ് പണ്ട് CPM-ൻ്റെ CPI-യുടെയും കൂടെ ചേർന്ന് ഇടതുമുന്നണി ചേർന്നപ്പോൾ അവർക്ക് വലിയ ക്ഷതം സംഭവിച്ചു. കാരണം യഥാർത്ഥ കോൺഗ്രസ്സുകാർ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അവർ കരുണാകരൻ്റെ കൂടെ ഇന്ദിരാപക്ഷത്തേക്ക് പോയി. ആൻ്റണി പക്ഷത്ത് വളരെ കുറച്ച് ആൾക്കാരെ നല്ലതെന്നുള്ളൂ. അങ്ങനെയാണ് ആൻ്റണി ഗ്രൂപ്പ് തന്നെ വളരെ ക്ഷയിച്ച അവസ്ഥയിലെത്തിയത്. ഇനി മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർന്നപ്പോൾ CPI കോൺഗ്രസുമായിട്ട് സഖ്യം ചേർന്നു. ആ പാർട്ടി താരതമ്യേന ദുർബലാവസ്ഥയിലായി. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും കോൺഗ്രസിൻ്റെ വിപരീത പദമായതുകൊണ്ട് പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയൽ CPM-ൻ്റെ കൂടെ വന്നു. അതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവും. ആ ഒരു ക്രൈസിസ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു BJP-യുടെ വളർച്ചയ്ക്ക് കൂടുതൽ അത് ഗതിവേഗം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും BJP-യുടെ വോട്ട് ഷെയർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലും വോട്ട് ഷെയർ കൂടുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് സീറ്റിലേക്ക് വരുമോ എന്നുള്ള കാര്യം സെക്കൻഡ് അല്ലെങ്കിൽ സംശയമുണ്ട്. അത് സംബന്ധിച്ച് ഇനി റിസൾട്ട് വന്നേ പറയാൻ പറ്റുള്ളൂ. എങ്കിലും കഴിഞ്ഞ BJP നേതാക്കൾ പറഞ്ഞൊരു കാര്യം, 10 വർഷത്തിനപ്പുറം കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്രത്തോളം സാധ്യത കാണുന്നുണ്ട്? അല്ല, അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. BJP-യുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നു, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് പ്രധാന കാര്യമാണ്. മാത്രമല്ല BJP-യുടെ ലീഡർഷിപ്പ്, ഇതുവരെ ഒരു MLA മാത്രം ആകെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. പണ്ട് ഇവരുടെ സഖ്യത്തിൽ നിന്ന് PC തോമസ് ഒരു 500 ചില്ലാൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം പോയതൊക്കെ വേറെ. അതൊഴിച്ചാൽ ഇന്ന് വരെ BJP-ക്ക് യാതൊരു വിളയും മുളയും നൽകാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. എന്ന് കരുതി കേരളത്തെ അവഗണിക്കാനോ ഉപേക്ഷിക്കാനോ BJP തയ്യാറല്ല. രണ്ട് തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിലെ BJP ശക്തിപ്പെടുത്താനായിട്ട് അവർ വളരെയധികം പണം ചെലവഴിക്കുന്നു, വളരെ ഊർജ്ജം ചെലവഴിക്കുന്നു. AK ആൻ്റണിയുടെ മകനെ അല്ലെങ്കിൽ കരുണാകരൻ്റെ മകളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഒരു ഭാഗത്ത്. പിന്നെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരോട് ചർച്ച നടത്തുന്നു, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇതൊക്കെ ചെയ്യുന്നു ഒരു ഭാഗത്ത്, പാർട്ടിയെ രാഷ്ട്രീയമായിട്ട് ശക്തിപ്പെടുത്തുക. രണ്ടാമത്, അതിനേക്കാൾ ഉപരിയായിട്ട് BJP-ക്ക് കേരളത്തെ കൊണ്ടുള്ള ഗുണം ഇതൊന്നുമല്ല. ഈ കേരളം എന്ന് പറയുന്നത് തീവ്രവാദികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും
ഒരു വളർത്തു കേന്ദ്രമാണെന്ന്. അത് രാജ്യത്തിന് തന്നെ വളരെ ചീത്ത എക്സാമ്പിളാണ് എന്നും വരുത്താനുള്ളൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. ഓക്കെ. കേരള സ്റ്റോറി എന്ന പേരിൽ തന്നെ ആ ഒരു ഇതുണ്ട്. കേരളം എന്ന് വെച്ചാൽ ഇങ്ങനെ ഹിന്ദുക്കൾക്ക് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അരക്ഷിതാവസ്ഥ ഉള്ളൊരു സ്ഥലമാണ് എന്ന് വരുത്താനുള്ളൊരു ശ്രമം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ UP-യിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം യോഗി ആദിത്യനാഥ് കേരളവും ബംഗാളും കാശ്മീരും പോലെ ആകാതിരിക്കാൻ, UP അതുപോലെ ആയി പോകാതിരിക്കാൻ BJPക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. അവിടെ ഈ സൂചിപ്പിക്കുന്നത് ഈ തീവ്രവാദത്തെയാണ്. അല്ല, ആ ഒരു ഐഡിയ വിജയിക്കുകയും ചെയ്തു. അത് വിജയിക്കുകയും ചെയ്തു. അതെ, അതെ. കേരളം എന്ന് വെച്ചാൽ ഒരു വളരെ അപകടകരമായ സ്ഥലമാണെന്നാണ് BJPക്കാർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുള്ള പ്രൊജക്ഷൻ. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു അതൊക്കെയാണ് ഈ സഭകളൊക്കെ തന്നെ കേരള സ്റ്റോറി എന്ന സിനിമ താല്പര്യപ്പെട്ടത് അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ ചില ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളെ എന്താണ് അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഇടത് പക്ഷം. എന്ത് തോന്നുന്നു അങ്ങ്? അല്ല, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഒക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ വളരെ ശക്തമാണ്. അത് നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. നേരത്തെ പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റ അത് റിട്ടയർ ചെയ്യുന്ന ദിവസം പറഞ്ഞു കേരളം തീവ്രവാദികളുടെ നഴ്സറിയാണ് എന്ന് പറഞ്ഞു. അതുകൂടാതെ ഈ ലോകത്തെ നടുക്കിയ പല തീവ്രവാദ ആക്രമണങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൊളംബോയിലുണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാനിൽ ഗുരുദ്വാര ആക്രമിച്ചാലുണ്ടായിരുന്നു, സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചാലുണ്ടായിരുന്നു. അതിലൊക്കെ ഉണ്ട് മലയാളികളുടെ സാന്നിധ്യം, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ട് ഏറ്റവും അധികം ശക്തമായിരുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ തീവ്രവാദികളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പിന്നെ അവരധികം പേര് തീവ്രവാദത്തിലേക്ക് പോകാതിരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി മുസ്ലിങ്ങളുടെ ശക്തമായ പ്രാതിനിധ്യവും അതുപോലെ തന്നെ മിതവാദ രാഷ്ട്രീയവും മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ സമുദായത്തിലെ ബഹുഭൂരിപക്ഷത്തെയും സ്വീകരിക്കാനും കുടക്കീഴിൽ നിർത്താനും ലീഗിന് സാധിക്കും. മറ്റേ വിധ്വംസക ശക്തിയില്ല, അതേസമയത്ത് ഒരു തള്ളിപ്പറയുകയും ചെയ്യും. ശരിയാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ എല്ലാ മുന്നണികളും ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ഇടമാണ് സൈബർ സ്പേസ്. ഈ തെരഞ്ഞെടുപ്പ് കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സ്പേസ് കൂടിയിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും കൂടിയിട്ടും ഉണ്ട്. ഈ സൈബർ ഇടത്തിലുള്ള പ്രചാരണത്തെ അത് എത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? അല്ല, ഈ സൈബർ സ്പേസിൽ അതിപ്പോൾ കാലം പുരോഗമിക്കുന്നതനുസരിച്ച് പ്രചരണ രീതികളിലൊക്കെ മാറ്റം വരുമല്ലോ. ഞാനൊരു ഉദാഹരണം പറയും. എൻ്റെ കുട്ടിക്കാലത്ത് ഈ മതിലെഴുത്ത് എന്ന് പറഞ്ഞ സംഗതി വളരെ അപൂർവമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ ആദ്യത്തെ മതിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മതിലാണ്. 1970 മതിൽ കിട്ടിയത്. 69 മതിൽ കിട്ടിയത്. 70 ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. 70 സെപ്റ്റംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് ഈ ബാലാനന്ദന് അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതിയ മതിലെടുത്ത് 77 തെരഞ്ഞെടുപ്പ് വരെ അതേപോലെ യാതൊരു കൂട്ടവും തട്ടാതെ കിടന്നു. കാരണം അതിനിടയ്ക്ക് വേറെ യാതൊരു മതിലും എഴുതാനുണ്ടായില്ല, മതിലെടുത്തുകൊണ്ട് സംഭവം ഉണ്ടായില്ല. പിന്നെ ഈ മതിലെഴുത്ത് തന്നെ വ്യാപകമാകുന്നത് പിന്നീടാണ്. 80കളിലൊക്കെയാണ് സമാധാന കാലത്ത്, അത് ഈ ഇലക്ഷൻ ഇല്ലാത്ത സമയത്തും ആളുകൾ മതിൽ മാച്ച് അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനങ്ങളൊക്കെ മതിലെഴുതാൻ തുടങ്ങി. അപ്പോൾ അത് ഒരു പുരോഗതി, അടുത്തൊരു സ്റ്റേജാണ്. പത്രത്തിൽ പരസ്യം കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ, ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ അതൊക്കെ പോയിട്ട് തെലങ്കാന സർക്കാരിൻ്റെ പരസ്യമൊക്കെയാണ് നമ്മൾ മാതൃഭൂമിയിലും മലയാള മനോരമയിലും പരസ്യം. ഇല്ല, യോഗി ആദിത്യനാഥിൻ്റെ പരസ്യം അല്ലെങ്കിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ പരസ്യം, ഫുൾ പേജ് പരസ്യം മനോരമയിൽ വായിച്ചിട്ട് നമുക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ആരെങ്കിലും ഗെഹ്ലോട്ടിന് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അതുമില്ല. എന്നാലും പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ആ പരസ്യം കൊണ്ട് കുറേ ആളുകളെ ആകർഷിക്കാൻ കഴിയും എന്നവർ വിചാരിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഡെഫിനിറ്റ് അഡ്വാൻസ്മെൻ്റ് ആണ് ഈ സൈബർ സ്പേസിലേക്ക് വരും. സൈബർ സ്പേസ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച പാർട്ടി BJP ആണ്. കഴിഞ്ഞ 2014 തൊട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് അതിനൊക്കെ വലിയൊരു ടീമുണ്ട്. IT വിദഗ്ധന്മാരുടെ അല്ലെങ്കിൽ വളരെ ബുദ്ധിമാന്മാരായ ആളുകളുടെ വലിയൊരു സംഘം തന്നെ വിത്ത് അംപ്റ്റീൻ നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ വോട്ടർമാരിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആ ഒരു തീവ്രമായ ശ്രമമാണ്. കേരളത്തിൽ CPM-ന് നേരത്തെ ഉണ്ട്, ഇപ്പോൾ കോൺഗ്രസും ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ BJP അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട്. വ്യക്തി അധിക്ഷേപങ്ങൾ വളരെ വ്യാപകം. അത് മലയാളിയുടെ ഒരു സംസ്കാരം. പലപ്പോഴും ഈ സൈബർ ഇടം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ മലയാളി പലപ്പോഴും സൈബറിനെ കുറിച്ച് പറയുമ്പോഴേ, സൈബർ ഇപ്പം ഈ സിനിമ, നാടകം, തെരുവ് നാടകമൊക്കെ പോലെ സൈബർ സ്പേസിന് വേറെ ഒരു തലം കൂടി ഇല്ലേ? ഇപ്പം ഒരു സാധാരണ മനുഷ്യർക്ക് അവരുടെ അഭിപ്രായം അത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് സൈബർ സ്പേസ് മാറുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായ ഡിസ്കഷനും സൈബർ സ്പേസിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സൈബർ സ്പേസിൽ നടക്കുന്ന വേറെ ഒരു ചർച്ച, അതിപ്പം ഇപ്പം ഒരു മാസികയിൽ ഈ
നമ്മുടെ രാമമോഹൻ പാലിയത്ത് ഒരു കോളം ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഈ ഇപ്പം ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുമ്പോൾ അതിനകത്ത് പ്രധാന വിമർശനം സൈബറിൽ വന്നൊരു കാര്യം ഈ രാഷ്ട്രീയ സത്യസന്ധത കോൺഗ്രസിനും CPM-നും ഇല്ല എന്നാണ്. കാരണം ഇവിടെ യോജിച്ച് നിൽക്കുകയും കേരളത്തിന് പുറത്ത് പരസ്പരം മത്സരിക്കുകയും രാഷ്ട്രീയ സത്യസന്ധത ഇല്ല. ജനങ്ങളെ അവർക്ക് എത്രത്തോളം അല്ല, രാഷ്ട്രീയ സത്യസന്ധത ഉണ്ടോ ഇല്ലെന്നുള്ളതല്ല, സൈബർ സ്പേസിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവർക്കത് പറയാൻ അതിന് ക്ലാരിഫൈ ചെയ്യാനുള്ള കഴിവ് ഉള്ള ബുദ്ധിയും വിവേകവും രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ആളുകൾ ഒന്നുകിൽ CPM-ൽ ഉണ്ടാവണം അല്ലെങ്കിൽ കോൺഗ്രസിലുണ്ടാവും. അതെ, അല്ല ഇത് രണ്ടും ഇല്ലാണ്ട് വരുമ്പോൾ ഇത് ചോദ്യം പ്രസക്തമാണെന്ന് ആളുകൾ വിചാരിക്കും. പിന്നെ സൈബർ സ്പേസിൽ നടക്കുന്ന അതിഭയങ്കരമായ നുണപ്രചരണങ്ങളുണ്ട്. അതെ അതെ അത് ഭയങ്കരമാണ്. അത് സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ തേജോധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ AI ടെക്നോളജിയും കൂടി ഉപയോഗിച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന അതിഭയങ്കരമായ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഇതൊക്കെ ഇനി വർദ്ധിക്കുകയുള്ളൂ, അല്ലാണ്ട് കുറയാൻ പോകുന്നില്ല. ഇപ്പോൾ കർണാടക നിയമസഭ ഇലക്ഷൻ കവർ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഒരു സ്ഥലത്തും ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ പറഞ്ഞ പോലെ ഒരു സ്ഥലത്തും ചുവരെഴുത്തുകളില്ല, ബാനറുകളില്ല, ഫ്ലെക്സ് ഇല്ല, കൊടികൾ പോലും കാണുന്നില്ല. പക്ഷേ എല്ലാവരുടെ മൊബൈലിലും നിരന്തരം മെസ്സേജുകളാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ ബാംഗ്ലൂർ ചെന്ന് നോക്കുമ്പോൾ ബാംഗ്ലൂർ വലിയ ഓഡിറ്റോറിയം പോലത്തെ സ്ഥലം കോൺഗ്രസും CPM ഒക്കെ വാടക എടുത്ത്, പിന്നെ BJP ഒക്കെ വാടക എടുത്തിട്ട് അവിടെ അതിഭയങ്കരമായ വാർ റൂമുകൾ സെറ്റ് ചെയ്തിരിക്കും. 400 പേരാണ് BJP-യുടെ ഈ ബാംഗ്ലൂരിലെ വാർ റൂമിൽ ഇരിക്കുന്നത് ഓഡിറ്റോറിയത്തിൽ. അവരും 6 മണിക്കൂർ ഷിഫ്റ്റ് വെച്ച് വർക്ക് ചെയ്യാൻ. ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ടാണ് അവർ ഭയങ്കര സെറ്റപ്പ്. ഇത് എത്രത്തോളം വരും നാളുകളിലെ തെരഞ്ഞെടുപ്പിന്റെ രീതി തന്നെ മാറ്റില്ല? മാറ്റം വരും തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ രീതികൾ മാറും. ഇപ്പോൾ അച്യുതാനന്ദൻ്റെ 2006 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് SMS വഴിക്ക് വ്യാപകമായ പ്രചാരണം നടത്തുന്നത്. അന്ന് വാട്സപ്പ് വന്നിട്ടില്ല. അപ്പോൾ SMS വഴിയാണ് നമ്മൾ ഈ VS-ന് ഉടനെ സീറ്റ് കൊടുക്കണം എന്ന ആവശ്യം അതിശക്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കാരാട്ടിൻ്റെ ഫോൺ നമ്പർ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് കാരാട്ടിന് യെച്ചൂരിക്കും SMS അയക്കുക. അപ്പോൾ SFIക്കാർ, DYFIക്കാർ, VS-ൻ്റെ ആരാധകരായിട്ടുള്ള ആളുകളൊക്കെ ഇത് കാരാട്ടിൻ്റെ നമ്പർ തന്നെയാണെന്നുള്ളത് പടച്ചവനും മാത്രമേ അറിയാവുള്ളൂ. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫോൺ മിക്കവാറും ബ്ലോക്കായി കാണും. അതിന് ഭാഗത്തിന് മെസ്സേജുകളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയത്. ആ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യാപകമായിട്ട് ഈ SMS ഉപയോഗിക്കപ്പെട്ടു. പിന്നെ അത് 2014 BJP-ക്കാരാണ് ഏറ്റവും ശക്തമായിട്ട് പിന്നെ ആ തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ചത്. ഈ SMS-ൽ പ്രചരണം തുടങ്ങിയ ആദ്യത്തെ ആളായിരുന്നു ബറാക്ക് ഒബാമയാണ്. ഒബാമ പാർലമെൻറ്റിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതിനു വേണ്ടി പ്രത്യേക ടീമുണ്ടായിരുന്നു. അപ്പോൾ ഈ 130 ഒരു SMS-ൻ്റെ സ്പേസ്, വാക്കുകളും അതിനിടയ്ക്കുള്ള സ്പേസും കൂടി എത്ര 130 വേർഡാണ്, 130 ലെറ്റേഴ്സാണ്, 130 ലെറ്റേഴ്സ് സ്പേസ് അടക്കം. അതിലേക്ക് കൃത്യമായിട്ട് ഒതുങ്ങുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ. എന്തുകൊണ്ട് ഒബാമയ്ക്ക് വോട്ട് ചെയ്യണം? ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ടീം ഉണ്ടാക്കിയിട്ട് അത് SMS വഴിക്ക് പ്രചരിപ്പിക്കുക. അപ്പോൾ കിട്ടുമ്പോൾ ഈ ഒബാമയോട് താല്പര്യമുള്ള ആളുകൾ വേറെ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെയാണ് പ്രചരണം റവല്യൂഷണൈസ് ചെയ്തത്. ഞാൻ പറയും, ഇതൊക്കെ കാലാകാലങ്ങളിൽ പുതിയ പുതിയ പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടക്കും. അല്ല, ഈ ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ സൈബർ സ്പേസ് ഒരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാൻഡിഡേറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം IT മിനിസ്റ്ററൊക്കെ ആയിരുന്നു ഇവിടെ ആയിരിക്കാം. അദ്ദേഹത്തിന് ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് ബാംഗ്ലൂർ ഈ തിരുവനന്തപുരത്ത് ഈ സൈബർ വിഭാഗം കൈകാര്യം ചെയ്തു. ഭയങ്കര പോസിറ്റീവായിട്ടാണ്. അതായത് ഓരോ ചെറിയ ലോക്കൽ ഏരിയകളിൽ പോലും അവരുടെ മെസ്സേജുകൾ വരുന്നത് ഇവിടുത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ കാണുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് അയക്കും, ഞങ്ങളത് അഡ്രസ്സ് ചെയ്യാം, ഇത് പറഞ്ഞിട്ട് അയക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ ഓരോ ഏരിയയിൽ നിന്നും 1000-ലേറെ മെസ്സേജുകളാണ് അവർക്ക് കിട്ടിയത്. അവരത് ക്രോഡീകരിക്കാൻ ഒരു വിഭാഗം ചെയ്തിട്ട് ചെയ്യും. ഒരു പോസിറ്റീവ് വശം ഈ വോട്ടർമാര് ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിന്റെ പ്രചരണത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു സൈക്കോളജിക്കൽ ഫാക്ടർ. അതവരുണ്ടാക്കുന്നു. അത് ഈ പ്രചരണ സംവിധാനം വിചാരിക്കുന്നു. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഇപ്പൊ പറഞ്ഞ പോലെ സനൽ പറഞ്ഞ പോലെ ഒരു പുതിയൊരു വഴിത്താര സൃഷ്ടിച്ചെടുക്കുകയല്ലേ. ആ ഒരു സൈബർ ഇടം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതിന് ശക്തമായൊരു ടീമിനെ സജ്ജീകരിച്ച് മുന്നോട്ട് പോകുക, വാർ റൂം എന്നുള്ള വാക്കും ഉപയോഗിച്ചു. അപ്പൊ എനിക്കൊന്ന് BJP-ക്ക് ആയിരിക്കുമല്ലോ ഇപ്പോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ BJP-ക്കാണ് അതിൽ ശക്തമായ സംവിധാനമുള്ളത്. കേരളത്തിൽ CPM-നാണ്. കേരളത്തിൽ CPM-നുണ്ട്.
അല്ല, ബി ജെ പി ഇലക്ഷന് മുമ്പ് എനിക്കിൻ്റെ ഇത് ശരിയാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ BJP സൈബർ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു ഈ 2024 ഇലക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ എല്ലായിടത്തും റിക്രൂട്ട്മെൻറ്റ് തന്നെ നടത്തിയിട്ടാണ് ആൾക്കാരെ എടുത്തത്. അതെ, അതായത് IT-ലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് പിന്നെ നാഷണൽ ലെവലിൽ അവരൊരു ഒരു ഒരു ടീം ഉണ്ടാക്കി അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്തു. അത്രയേറെ അത്രയേറെ മാറിയിരിക്കുകയാണ് കേരളത്തിലെ അവര് നേരത്തെ കൂട്ടി കണക്കാക്കി ചെയ്യുന്നത്. അതാണ് BJP മറ്റു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. അവർക്കറിയാം 2024 മെയ് മാസത്തിൽ തെരഞ്ഞെടുപ്പുണ്ട്, അതിന് നേരത്തെ കൂട്ടി തയ്യാറാവണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് അവർ യൂസ് ചെയ്യാണ്. അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സൈബർ ഇടം വളരെ ഇഫക്റ്റീവായി ഉപയോഗിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പോസിറ്റീവായി എങ്ങനെ പ്രയോജനപ്പെടുത്താം, ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ളതും BJP ഇപ്പോൾ ചിന്തിച്ച് നടപ്പാക്കിയിരിക്കുന്നു. വരുന്ന ആളുകളിൽ മറ്റെന്തൊക്കെ തന്ത്രങ്ങൾ പയറ്റപ്പെടും എന്നുള്ളതും മറ്റൊരു ചിന്തനീയമായ കാര്യം കൂടിയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് A. ജയശങ്കർ, PH സനൽകുമാർ, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സ് 2024 ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.